പാടില്ല. പിന്നെ നല്ല ശക്തമായിട്ടുള്ള ചൂടത്തൊക്കെ വിരഹിക്കുക എന്ന് പറയുന്നത് ഈ സിക്കിൾ ഡിസീസുള്ള ആൾക്കാർക്ക് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. മെഡിക്കൽ ചെക്കപ്പുകൾ റെഗുലറായിട്ട് ചെയ്യണം. പിന്നെ ആരോഗ്യപരമായിട്ടുള്ള ഭക്ഷണ രീതി പിന്തുടരുക എന്നുള്ളതാണ്. തീർച്ചയായിട്ടും ഈ സിക്കിൾ സെൽ ഡിസീസിൽ ഇതിനെക്കുറിച്ചുള്ള ചെറിയൊരു അറിവ് ഞാൻ നിങ്ങൾ പങ്കുവെച്ചെന്ന് ഞാൻ വിചാരിക്കുകയാണ്. തീർച്ചയായിട്ടും മറ്റൊരു കാര്യം കൂടി ഞാൻ ഓർമ്മിപ്പിക്കുകയാണ് ഇതിൻ്റെ കൂടെ. നമ്മളിപ്പോൾ കേട്ടിട്ടുണ്ട് സ്ട്രെപ്റ്റോകോക്കസ് ടോക്സിക് സിൻഡ്രോം അല്ലേ, STSS ഷോക്ക് സിൻഡ്രോം എല്ലായിടത്തും കേട്ടിട്ടുണ്ട്. ഇതെന്താണെന്നുള്ളൊരു ധാരണ എല്ലാവർക്കും ഉണ്ട്. കാരണം സ്ട്രെപ്റ്റോകോക്കസ് എന്ന് പറഞ്ഞാൽ ബീറ്റ ഹീമോലൈറ്റിക് സ്ട്രെപ്റ്റോകോക്കസ് നമ്മൾ തൊണ്ടവേദന അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്ന ഒരു അണുബാധയാണ്. ഇത്രയും കോമൺ ആയിട്ടുള്ളൊരു അണുബാധയിലാണോ ഇത്രയും അപകടാവസ്ഥ എന്നുള്ളത് നമ്മൾ എല്ലാവർക്കും ഒരു ആശങ്ക ഉണ്ടാവും. തീർച്ചയായിട്ടും ഈ സ്ട്രെപ്റ്റോകോക്കൽ ഇൻഫെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് പല ആൻറ്റിബയോട്ടിക്കുകളും കൊടുത്താൽ മാറുന്നതാണ്. പക്ഷേ ഈ STSS സ്ട്രെപ്റ്റോകോക്കസ് ടോക്സിക് ഷോക്ക് സിൻഡ്രോം എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് പലപ്പോഴും ഇത്